ഇന്ന് നമ്മൾ എസ്റ്റിമേഷൻ ഓഫ് ഹെമി സെല്ലുലോസ് അതുപോലെ തന്നെ എസ്റ്റിമേഷൻ ഓഫ് സെല്ലുലോസ് ആ രണ്ട് ടോപ്പിക്കാണ് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എസ്റ്റിമേഷൻ ഓഫ് ഹെമി സെല്ലുലോസ് നോക്കാം. ഇവിടെ ആദ്യം നമുക്ക് വേണ്ടത് 1 ഗ്രാം ക്രഷ്ഡ് സാമ്പിളാണ്. 1 ഗ്രാം ക്രഷ്ഡ് സാമ്പിൾ എടുത്തിട്ട് അതിക്ക് 150 ml 0.5 നോർമൽ NaOH ആഡ് ചെയ്യുക. ദെൻ വാട്ടർ ബാത്തിൽ വെച്ചിട്ട് 80 ഡിഗ്രി സെൽഷ്യസിൽ 3.5 മണിക്കൂറോളം അത് ബോയിൽ ചെയ്യാം. ദെൻ അതിന് ശേഷം നമ്മൾ ആ സാമ്പിൾ ഫിൽറ്റർ ചെയ്യുക മസ്ലിൻ ക്ലോത്ത് വെച്ചിട്ട്. ദെൻ എന്ത് ചെയ്യുക, അതിൻ്റെ റെസിഡ്യൂവിനെ നമ്മൾ 200 ml വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്യുക. ദെൻ വാഷ് ചെയ്തതിന് ശേഷം ആ റെസിഡ്യൂ എന്ത് ചെയ്യുക, പ്രീവെയ്ഡ് പെട്രി പ്ലേറ്റിലേക്ക്, അതായത് നമ്മൾ പെട്രി പ്ലേറ്റ് ഓൾറെഡി മുമ്പ് വെയിറ്റ് എടുത്ത് വെച്ചതായിരിക്കണം, അതിലേക്ക് എന്ത് ചെയ്യുക, റെസിഡ്യൂ ട്രാൻസ്ഫർ ചെയ്യാം. ദെൻ എന്ത് ചെയ്യുക, 2.5 ഹവർ 105 ഡിഗ്രി സെൽഷ്യസിൽ ഹോട്ട് എയർ അവനിൽ ഡ്രൈ ചെയ്യാൻ വെക്കുക. ദെൻ അതിന് ശേഷം അത് കൂൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അത് വെയിറ്റ് എടുക്കുക. ദെൻ പെർസെൻറ്റേജ് ഹെമിസെല്ലുലോസ് ഈക്വൽ ടു W മൈനസ് W1 ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സാമ്പിൾ ഇൻറ്റു 100. ദെൻ നെക്സ്റ്റ് എസ്റ്റിമേഷൻ ഓഫ് സെല്ലുലോസ്. നമുക്ക് ആവശ്യമായിട്ടുള്ള റിയേജൻറ്റ് 67% H2SO4. ദെൻ അസറ്റിക് നൈട്രിക് റിയേജൻറ്റ് അതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 ml ഗ്ലാഷ്യൽ അസറ്റിക് ആസിഡും അതുപോലെ തന്നെ 1.5 ml കോൺസെൻട്രേറ്റഡ് HNO3. ദെൻ ആൻഡ്രോൺ റിയേജൻറ്റ് 200 mg ആൻഡ്രോൺ ഡിസോൾവ് ചെയ്യുക 100 ml H2SO4. H2SO4 ഐസ് കോൾഡ് കണ്ടീഷനിലായിരിക്കണം. ഫസ്റ്റ് നമ്മൾ 1/2 ഗ്രാം ക്രഷ്ഡ് സാമ്പിൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്താൽ മതി. ദെൻ അതിലേക്ക് 3 ml അസറ്റിക് നൈട്രിക് റിയേജൻറ്റ് ആഡ് ചെയ്യാം. ദെൻ എന്ത് ചെയ്യുക, അത് വോട്ടെക്സിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുക. അതുകൊണ്ടാണ് വോട്ടെക്സ് യൂസ് ചെയ്യാനുള്ളതുകൊണ്ടാണ് ടെസ്റ്റ് ട്യൂബ് മതിയെന്ന് പറഞ്ഞത്. ദെൻ എന്ത് ചെയ്യുക, 1/2 അവർ വാട്ടർ ബാത്തിൽ വെച്ചിട്ട് ബോയിൽ ചെയ്യുക. ദെൻ ആ ഒരു മിക്സ്ചർ കൂളായതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, സെൻട്രിഫ്യൂജ് ചെയ്യുക 1500 RPM 15 മിനിറ്റ്. ദെൻ എന്ത് ചെയ്യുക, സൂപ്പർ നാറ്റൻ്റെ ഡിസ്കാർഡ് ചെയ്യുക. ദെൻ ബാക്കി വരുന്ന റെസിഡ്യൂ നമ്മൾ 10 ml ഡിസ്റ്റിൽഡ് വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്യുക. ദെൻ സെൻട്രിഫ്യൂജ് ചെയ്യുക. ദെൻ അതിലേക്ക് എന്ത് ചെയ്യുക, 10 ml 67% H2SO4 ആഡ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, 1 അവർ സ്റ്റാൻഡ് ചെയ്യുക. ദെൻ 1 അവർ സ്റ്റാൻഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്നും 1 ml സൊല്യൂഷൻ ഒരു 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, അത് മേക്കപ്പ് ചെയ്യുക. ഡിസ്റ്റിൽഡ് വാട്ടർ വെച്ചിട്ട് അതിന് മാർക്ക് വരെ മേക്കപ്പ് ചെയ്യുക. ദെൻ വീണ്ടും എന്ത് ചെയ്യുക, അതിൽ നിന്ന് 1 ml ടെസ്റ്റ് ട്യൂബിലേക്ക് എടുക്കുക. ദെൻ അതിലേക്ക് 10 ml ആൻഡ്രോൺ റിയേജൻറ്റ് ആഡ് ചെയ്യുക. ദെൻ 10 മിനിറ്റ് അത് ബോയിലിംഗ് വാട്ടർ ബാത്തിൽ കീപ്പ് ചെയ്യുക. ദെൻ നന്നായി മിക്സ്ചർ കൂൾ ചെയ്തതിന് ശേഷം അബ്സോർബൻസ് എടുക്കുക. അബ്സോർബൻസ് എടുക്കുന്നത് 630 നാനോമീറ്ററിലാണ്. ദെൻ അതുപോലെ തന്നെ ബ്ലാങ്ക് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് 1 ml ഡിസ്റ്റിൽഡ് വാട്ടറും 10 ml ആൻഡ്രോണും യൂസ് ചെയ്തിട്ട്. ദെൻ കാൽക്കുലേഷൻ, കോൺസെൻട്രേഷൻ മില്ലിഗ്രാം പെർ ml ആണെങ്കിൽ OD ഓഫ് ടെസ്റ്റ് ഡിവൈഡഡ് ബൈ OD ഓഫ് സ്റ്റാൻഡേർഡ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ടെസ്റ്റ്. OD ഓഫ് ടെസ്റ്റ് മീൻസ് നമുക്ക് അബ്സോർബൻസ് എത്രയാണോ കിട്ടിയത് അത്. OD ഓഫ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അബ്സോർബൻസ് ഏത് വാല്യൂവിനോടാണോ അടുത്ത് കിടക്കുന്നത് ആ വാല്യൂ, അത് നമുക്ക് സ്റ്റാൻഡേർഡ് ഗ്രാഫിൽ നിന്ന് കാണാൻ പറ്റും. ദെൻ കോൺസെൻട്രേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്, അത് അതിൻ്റെ റെസ്പെക്റ്റീവ് കോൺസെൻട്രേഷൻ, അതും സ്റ്റാൻഡേർഡ് ഗ്രാഫിൽ നിന്ന് കിട്ടും. ദെൻ വോളിയം ഓഫ് ടെസ്റ്റ്. ദെൻ കോൺസെൻട്രേഷൻ മില്ലിഗ്രാം പെർ ഗ്രാമിൽ കാണുമ്പോൾ കോൺസെൻട്രേഷൻ ഇൻറ്റു ഡൈല്യൂഷൻ ഫാക്ടർ ഇൻറ്റു 6. ഡൈല്യൂഷൻ ഫാക്ടർ വരിക ഫൈനൽ വോളിയം ബൈ സാമ്പിൾ വോളിയം. അത് ഫൈനൽ വോളിയം 11 ആണ്, സാമ്പിൾ വോളിയം 1 ആണ്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഡൈല്യൂഷൻ ഫാക്ടർ നമുക്ക് 11 കിട്ടും. ദെൻ അവിടെ 6 വന്നിട്ടുള്ളത് നമ്മൾ 0.5 ഗ്രാം 3 ml അസറ്റിക് നൈട്രിക് റിയേജൻറ്റിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3/0.5, അതുകൊണ്ടാണ് 6 വന്നിട്ടുള്ളത്. ദെൻ കോൺസെൻട്രേഷൻ പെർസെൻറ്റേജിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ മില്ലിഗ്രാം പെർ ഗ്രാം ഡിവൈഡഡ് ബൈ 10.